and Karnataka. കേരള സർക്കാരിൻ്റെ 100 ദിന പരിപാടിയോടനുബന്ധിച്ചുള്ള ഒരു യോഗമാണ് നടന്നിട്ടുള്ളത്. അതിൽ പ്രധാനമായും പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങളുടെ വിവിധ പദ്ധതികളുടെ അവലോകനം, ഇതോടനുബന്ധിച്ച് നാം സ്വീകരിക്കേണ്ട നടപടികളും കാഴ്ചപ്പാടുകളും എത്രയും വേഗത്തിൽ നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവലോകന യോഗമാണ് രാവിലെ 9:30 മുതൽ ഈ സമയം വരെ 1 മണി വരെ ഇവിടെ നടത്തിയിട്ടുള്ളത്. അതിൽ പ്രധാനമായിട്ട് പട്ടികജാതി പട്ടികവർഗ കുട്ടികളുടെ ഒഴിഞ്ഞുപോക്ക്, നമ്മുടെ ഹോസ്റ്റൽ സൗകര്യങ്ങളുടെ പ്രവർത്തനം, ലാൻഡ് ബാങ്ക് പദ്ധതി, അംബേദ്കർ പദ്ധതികളുടെ പൂർത്തീകരണം, IT അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ മേഖലകളെയും പരിശോധിച്ചു കൊണ്ടുള്ള ഒരു അവലോകന മീറ്റിംഗാണ് ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത്. പൊതുവെ ഈ 3 ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും നടപ്പാക്കുന്ന പദ്ധതികൾ വേഗത്തിലാക്കാനും ആവശ്യമായിട്ടുള്ള നിർദ്ദേശം ഈ അവലോകന യോഗത്തിൽ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. ഭൂമി സംബന്ധിച്ചുള്ള രേഖയില്ലാത്ത വിഷയങ്ങൾ ഇവിടെ ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് കേരള ഗവൺമെൻറ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ എന്നുള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തി രേഖ കിട്ടാൻ ശേഷിക്കുന്ന കുടുംബങ്ങൾക്ക് രേഖ കൊടുക്കാനുള്ള നടപടി ഒരു തീരുമാനം ഇന്ന് അവരുടെ കൈക്കൊണ്ടിട്ടുണ്ട്. പൊതുവെ ഈ 3 വകുപ്പിലെ ജനങ്ങളുടെ അല്ലെങ്കിൽ നിവാസികളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് നടപ്പാക്കുന്ന പദ്ധതികൾ ശക്തിപ്പെടുത്തുക എന്ന് തന്നെയാണ് ഇന്ന് അവലോകനം കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ അവലോകനം നടത്തിയപ്പോൾ അവരുടെ കണക്കിൽ ഏകദേശം 20ഓളം കുട്ടികളുടെ കണക്കാണ് ഇവിടെ വന്നിട്ടുള്ളത്. 20ഓളം കുട്ടികളുടെ കണക്കാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ ഞങ്ങൾ മനസ്സിലാക്കുന്ന അത്രയല്ല, അതിലും കുറച്ച് കുട്ടികളുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ കാര്യങ്ങൾ തീർച്ചപ്പെടുത്തുന്നതിനും ആ കുട്ടികളെ കണ്ടെത്തുന്നതിനും നമ്മൾ പ്രൊമോട്ടർമാരാണ് ഇവിടെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അതെ. അപ്പോൾ ആ കുട്ടികളെ ആദ്യം നമ്മൾ കണ്ടെത്തണം. എന്താണ് ആ കുട്ടികളുടെ ഒരു വിഷയം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊമോട്ടർമാരെ നമ്മൾ ചുമതലപ്പെടുത്തിയിരുന്നത്. കാരണം നമ്മുടെ സങ്കേതങ്ങൾ, വീടുകൾ പ്രൊമോട്ടർമാർ പോവുകയും ഏതൊക്കെ കുട്ടികളാണ് സ്കൂളിൽ പോകാത്തത് എന്ന് വീടുകളിൽ പോയി കണ്ടെത്താനും ഉപരി നമ്മൾ കുട്ടികളെ ചേർത്തിട്ടുള്ള സ്കൂളുകൾ കാണും. ആ സ്കൂളിലൊന്ന് വിസിറ്റ് ചെയ്ത് പ്രൊമോട്ടർ അവർ എത്താത്ത കുട്ടികൾ ആരെന്ന് അറ്റൻഡൻസ് പരിശോധിച്ച് HMന്റെ സഹായത്തോട് കൂടിയിട്ട് അത് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് കുട്ടികൾ ആരാണെന്ന് പരിഹരിക്കാൻ വേണ്ടി സാധിക്കും. അതിനുശേഷമാണ് നമുക്ക് എന്ത് കാരണം കൊണ്ടാണ് ഈ കുട്ടികൾ പോകാത്തത്, യൂണിഫോമിൻ്റെ വിഷയമാണോ, ആഹാരത്തിൻ്റെ വിഷയമാണോ, അല്ലെങ്കിൽ മടി കൊണ്ടാണോ, അങ്ങനെ പല കാര്യങ്ങൾ ചിലപ്പോൾ കാണും. തീർച്ചയായിട്ടും റീസൺ ഉണ്ടാകും കുട്ടി സ്കൂളിൽ എത്താത്തത്. അപ്പോൾ അത് കണ്ടെത്തിയതിന് ശേഷം നമുക്ക് ആ കാര്യങ്ങൾ പരിഹരിക്കാമെന്നുള്ളതാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ യൂണിഫോമിൻ്റെയോ പാഠപുസ്തകത്തിൻ്റെയോ കുടയുടെയോ അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെയോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഈ കുട്ടികളെ സ്കൂളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം നമ്മൾ കൈക്കൊള്ളും. അപ്പൊ എങ്ങനെയാ റെഡിയല്ലേ? ഒക്ടോബർ 2 മുതലുള്ള മാറ്റത്തിന് ഞങ്ങൾ റെഡിയായി. നിങ്ങളോ? ആരെങ്കിലും വേസ്റ്റ് എറിയുന്ന ഫോട്ടോ
എടുത്ത് നിങ്ങൾ നൽകിയാൽ നിങ്ങളുടെ പോക്കറ്റിലേക്ക് 2500 രൂപ വരും. അതായത് ആരെങ്കിലും പൊതുസ്ഥലത്ത് മാലിന്യം തള്ളുന്നത് കണ്ടാൽ അത് ഫോട്ടോ എടുത്തോ വീഡിയോ എടുത്തോ നൽകിയാൽ തദ്ദേശ വകുപ്പ് 2500 രൂപ പാരിതോഷികമായി നിങ്ങൾക്ക് നൽകും. ഇത് സംബന്ധിച്ച് തദ്ദേശ വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. മാലിന്യം തള്ളുന്ന ഫോട്ടോകളോ വീഡിയോകളോ തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർക്കാണ് അയച്ചു കൊടുക്കേണ്ടത്. മാലിന്യം വലിച്ചെറിയുന്നവരിൽ നിന്ന് ഈടാക്കുന്ന പിഴയുടെ 25%മോ 2500 രൂപയോ ആയിരിക്കും ഇങ്ങനെ ലഭ്യമാവുക. പരാതി നൽകി 30 ദിവസത്തിനുള്ളിൽ പിഴ ഈടാക്കി വിവരം നൽകിയ വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് പണമെത്തും. ഇത്തരത്തിൽ തെളിവോടെ പരാതി ലഭിച്ചാൽ 7 ദിവസത്തിനുള്ളിൽ തീർപ്പാക്കണമെന്നാണ് നിർദ്ദേശം. ഫോട്ടോ സഹിതം പരാതി നൽകുന്നവരുടെ പേരും വിവരങ്ങളും യാതൊരു കാരണവശാലും മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിലെ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷെ മുസ്കാൻ കിട്ടിയതിനു ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെ കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂം ഒക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. പ്രിയപ്പെട്ടവരെ, കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് വർദ്ധിപ്പിച്ചതിൽ ഇളവ് വരുത്തിക്കൊണ്ട് സർക്കാർ ഇന്ന് പ്രഖ്യാപനം നടത്തിയിരുന്നു. അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. പെർമിറ്റ് ഫീസ് വർധനവ് നിലവിൽ വന്നത് 2023 ഏപ്രിൽ 10 മുതലാണ്. ഇന്നാണ് അതിൽ ഇളവ് വരുത്തിക്കൊണ്ട് സർക്കാർ പ്രഖ്യാപനം നടത്തിയത്. ഓഗസ്റ്റ് 1 മുതൽ അത് പ്രാബല്യത്തിൽ വരുമെന്നും പറഞ്ഞിരുന്നു. ഇപ്പോൾ വ്യാപകമായി ചോദ്യം വരുന്നുണ്ട്, ഇതിനകം അടച്ചവർക്ക് ഈ ഇളവ് ലഭിക്കുമോ എന്ന കാര്യം. ചിലർ ബോധപൂർവം തന്നെ തെറ്റിദ്ധാരണ സൃഷ്ടിക്കാനും ശ്രമിക്കുന്നുണ്ട്. കാരണം സർക്കാർ പെർമിറ്റ് ഫീസ് കുറച്ച നടപടി ചിലരെങ്കിലും അല്പം നിരാശയിലാക്കിയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ആനുകൂല്യം മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ് കിട്ടിയതെങ്കിലും സർക്കാരിനെയാണല്ലോ പഴിചാരിക്കൊണ്ടിരുന്നത്. ആ പഴിചാരാനുള്ള അവസരം നഷ്ടപ്പെട്ടതിൻ്റെ ഖേദം ചിലർ തീർക്കുന്നത് ആശയക്കുഴപ്പം സൃഷ്ടിച്ചുകൊണ്ടാണ്. ഒരു കാര്യത്തിൽ വ്യക്തത വരുത്തട്ടെ, ഇതിന് 2023 ഏപ്രിൽ 10 മുതൽ പ്രാബല്യമുണ്ടായിരിക്കും ഈ ഇളവുകൾക്ക്. അങ്ങനെ വരുമ്പോൾ ഇന്ന് പ്രഖ്യാപിച്ച നിരക്കുകൾ, കുറച്ച നിരക്കുകൾ, അത് പ്രകാരം ഉള്ള ഇളവ് നേരത്തെ പെർമിറ്റ് ഫീസ് ഒടുക്കിയവർക്കും ലഭിക്കും. അതിനുള്ള അനുവാദം ഇപ്പോൾ പ്രഖ്യാപിച്ച നിരക്ക് കഴിച്ചുള്ള തുക തിരിച്ചു കൊടുക്കാനുള്ള അനുവാദം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാർ കൊടുക്കും. പെർമിറ്റ് ഫീസിന്റെ വരുമാനം മുഴുവൻ കിട്ടിയത് തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ്. തിരിച്ചു കൊടുക്കേണ്ടതും തദ്ദേശ സ്ഥാപനങ്ങളാണ്, സർക്കാരല്ല. അതിന്റെ നടപടിക്രമങ്ങൾ പിന്നീട് വിശദമായി സർക്കാർ ഉത്തരവായിട്ടിറക്കും. പണം തിരിച്ചു നൽകുക ഓൺലൈനായിട്ടായിരിക്കും. ഗ്രാമപഞ്ചായത്തുകളിൽ ILGMSലും നഗരസഭകളിൽ KSmartലും ഇതിനുള്ള സൗകര്യമൊരുക്കും. ഈ ഫീസ് അധികമായി ഒടുക്കിയ ഫീസ് തിരിച്ചു കിട്ടാൻ ആരും തദ്ദേശ സ്ഥാപനങ്ങളിൽ നേരിട്ട് ചെല്ലേണ്ടതില്ല. നേരിട്ട് തിരിച്ചു നൽകാനും കഴിയുകയില്ല. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുക. ഓൺലൈൻ അപേക്ഷകൾ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനം വെരിഫൈ ചെയ്ത് ബാങ്ക് അക്കൗണ്ടിലേക്ക് അതാത് തദ്ദേശ സ്ഥാപനങ്ങൾ ഈ തുക, ഇളവ് നൽകിയ തുക തിരിച്ചു കൊടുക്കുന്ന ക്രമീകരണമാണ് ഏർപ്പെടുത്തുക.
ഒരു നിശ്ചിത സമയത്തിനകം അത് കൊടുക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളോട് നിർദ്ദേശിക്കും. അതിനുള്ള അനുവാദം അവർക്ക് നൽകുന്നതാണ്. ഈ കാര്യം എല്ലാവർക്കും വ്യക്തതയ്ക്കായി അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, ഇളവ് നൽകാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവാദം നൽകും. ഈ തുക നൽകുക നേരിട്ടായിരിക്കില്ല. അപേക്ഷ സ്വീകരിക്കുന്നത് ഓൺലൈനായിട്ടായിരിക്കും. അതോടൊപ്പം പണം നൽകുന്നത് ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും. അതുകൊണ്ട് ആരും തദ്ദേശ സ്ഥാപനങ്ങളിൽ നേരിട്ട് ഇതിനായി സമീപിക്കേണ്ടതില്ല. City Gold, Gold and Diamonds, Kerala and Karnataka. Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and Prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today, 55488910. Venus Trading and Services, near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service. ലക്ഷ്യം മികച്ച ജോലിയാണെങ്കിൽ പഠിക്കാം റൂട്രോണിക്സിന്റെ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ. കേരളത്തിലുടനീളമുള്ള അംഗീകൃത പഠന കേന്ദ്രങ്ങൾ വഴി SSLC, +2, ഡിപ്ലോമ, ഡിഗ്രി പഠനം പൂർത്തിയാക്കിയവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. SC/ST വിദ്യാർത്ഥികൾക്ക് 100% സൗജന്യവും ഒപ്പം മറ്റ് വിഭാഗങ്ങൾക്ക് നിബന്ധനകളോടെ 20% വരെ ഫീസ് ഇളവിലും പഠിക്കാൻ അവസരം. PSC നിയമനങ്ങൾക്ക് യോഗ്യമായ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ കൂടാതെ റൂട്രോണിക്സ് സർട്ടിഫൈഡ് കോഴ്സുകളും തിരഞ്ഞെടുക്കാം. കമ്പ്യൂട്ടർ പരിജ്ഞാനം നേടാം, ജോലി സാധ്യതകൾ കൂടുതൽ ഉറപ്പുള്ളതാക്കാം. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിലൂടെ സുരക്ഷിതമായ ഭാവിക്ക് ഉറപ്പുള്ള അടിത്തറ. വിളിക്കൂ 9072-767-005 or visit www.eduskilling.com.